ആധുനിക മാനവവംശത്തിൻ്റെ നിലനിൽപ്പിന് കൃഷി എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് പറയേണ്ടതില്ലല്ലോ. നമ്മുടെ പാരമ്പര്യോത്സവങ്ങളും ആഘോഷങ്ങളും കാർഷിക വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണ്. അത്തരത്തിലൊരാഘോഷമായിരുന്നു കാക്കൂർ കാളവയൽ. ഒരു കാലത്ത് ദക്ഷിണേന്ത്യയിലെ പ്രധാന കാർഷിക വാണിഭങ്ങളിലൊന്നായിരുന്നു കാക്കൂർ കാളവയൽ. കൂത്താട്ടുകുളത്തിനടുത്തുള്ള കാക്കൂർ ഗ്രാമത്തിൽ ആമ്പശ്ശേരിക്കാവിൻ്റെയും എടപ്ര ഭഗവതി ക്ഷേത്രത്തിൻ്റെയും കുംഭമാസത്തിലെ അശ്വതിഭരണി കാർത്തിക രോഹിണി ഉത്സവങ്ങളുടെ ഭാഗമായി 1.5 നൂറ്റാണ്ടിലേറെ കാലം മുമ്പ് ആരംഭിച്ചതാണ് കാക്കൂർ കാളവയൽ. കുംഭമാസത്തിലെ ഭരണി നാളിൽ ആമ്പശ്ശേരിക്കാവിലെ ഉച്ചപൂജയ്ക്ക് ശേഷമുള്ള ശംഖനാദത്തോടു കൂടിയാണ് ആചാരപരമായ കാക്കൂർ കാളവയൽ ആഘോഷങ്ങൾക്ക് തുടക്കമാവുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള തിരുമാറാടിയിലെ 2 ക്ഷേത്രങ്ങളാണ് തിരുമാറാടി എടപ്ര ഭഗവതി ക്ഷേത്രവും കാക്കൂർ ആമ്പശ്ശേരിക്കാവ് ക്ഷേത്രവും. ചരിത്രപ്രസിദ്ധമായ ഈ 2 ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് കുംഭമാസത്തിലെ അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്ന 4 ദിവസങ്ങളുടെ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തിരുമാറാടിയിലെ കാക്കൂർ കാളവയൽ നടന്നുകൊണ്ടിരുന്നത്. വിവിധ ദേശങ്ങളിൽ നിന്നും വിൽപ്പനയ്ക്കായി കാക്കൂറിലെത്തിച്ചിരിക്കുന്ന കാളകളെ കാവിന് മുമ്പിലുള്ള പാടത്ത് നിരയായി നിർത്തി അവയുടെ കരുത്ത് വെളിവാകും വിധം കായിക പ്രദർശനം നടത്തും. ഇക്കൂട്ടത്തിൽ മികച്ചവയെ കർഷകർക്ക് തെരഞ്ഞെടുത്തു വാങ്ങാൻ സഹായിക്കുന്ന രീതിയിലാണ് കാക്കൂർ കാളവയൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ചടങ്ങുകൾക്ക് ഭഗവതി സാക്ഷിയാണ് എന്ന സങ്കല്പത്തിൽ ഭക്ത്യാദരവോടെയാണ് കാക്കൂരിലെ കാളവയൽ ആഘോഷങ്ങൾ നടന്നു പോന്നിരുന്നത്. കാക്കൂർ കാളവയൽ നൂറ്റാണ്ടുകളായിട്ട് നടന്നു വരുന്ന ഒരു പരിപാടികളാണ്. എങ്കിലും ഒരു 137 വർഷമായിട്ടാണ് ഇപ്പോൾ ലിഖിതമായ രീതിയിലുള്ള കാളയോട്ടം നടക്കുന്നത്. പണ്ട് ഇത് കാളകൾ ജന്മികൾ സാധാരണക്കാർ കൃഷിക്കാർക്ക് വളക്കാൻ കൊടുക്കും. എന്നിട്ട് ഈ കാളകളെ അതിൻ്റെ കരുത്തും അതിൻ്റെ ഇവരേതെല്ലാം രീതിയിൽ ഇതിനെ പരിപാലിച്ചു എന്ന് പരിശോധിക്കാൻ വേണ്ടി ഓടിച്ച് കാണിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവർക്ക് നെല്ലും അതുപോലെ തന്നെ വസ്ത്രങ്ങളും കൊടുത്താണ് ഈ കാളവയൽ ആദ്യകാലങ്ങളിൽ തുടങ്ങുന്നത്. കന്നുകാലികൾക്ക് പുറമെ വിവിധയിനം വിത്തുകളുടെ വിപണനം, കൃഷിയിലെ പുതിയ സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റം, കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഉപകരണങ്ങളുടെയും വിപണനം തുടങ്ങിയവയെല്ലാം അക്കാലത്തെ കാക്കൂർ കാളവയലുകളിലും നടന്നിരുന്നു. വിവിധ കർഷക കൂട്ടായ്മകളായിരുന്നു കാളവയലുകളുടെ നടത്തിപ്പുകാർ. 1980കളിലാണ് കാക്കൂർ കാളവയൽ ആഘോഷങ്ങൾ പഞ്ചായത്തും സർക്കാരും ഏറ്റെടുത്ത് നടത്താൻ ആരംഭിക്കുന്നത്. കാളയോട്ട മത്സരം ഉൾപ്പെടെ ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമായി നടന്നിരുന്ന കാർഷിക ആഘോഷങ്ങൾ ഇതോടെ മത്സര ഇനങ്ങളായി പരിണമിക്കുകയും വലിയ മാധ്യമ കാർഷികേതര ജനപിന്തുണ ലഭിക്കുകയും ചെയ്തു. കാളകളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സംരംഭമായിട്ടാണ് ഈ കാക്കൂർ കാളവയൽ ആദ്യമായി തുടക്കം കുറിച്ചത്. അതിനുശേഷം അതിന് പുതിയ മാനങ്ങൾ വരികയും പഞ്ചായത്ത് തലത്തിൽ അത് ഏറ്റെടുക്കുകയും കാക്കൂർ കാളവയലും കാളവണ്ടിയോട്ട മത്സരവും മരമടി മത്സരവും പ്രദർശന മത്സരം ഉൾപ്പെടെയുള്ള അതിനെ വലിയ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും എല്ലാം ചെയ്തിരുന്നു. പഞ്ചായത്ത് ഏറ്റെടുത്തിട്ട് എത്ര ആളുണ്ടാവും?
പഞ്ചായത്ത് ഒരു 80-ന് ശേഷമാണ്, ആ 1980-ന് ശേഷമാണ് ഇത് പഞ്ചായത്തിൻ്റെ പരിപാടിയായി മാറ്റി പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. ഈ പഞ്ചായത്ത് ഏറ്റെടുക്കുന്നതിന് മുമ്പും ഈ കാളവണ്ടി ഓട്ടം ഉണ്ടായിരുന്നു. കാളവണ്ടി ഓട്ട മത്സരം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പൊതുജനങ്ങളുമായി സംഘടിപ്പിച്ച അതിൻ്റെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു കർഷകരുടെ കൂട്ടായ്മ എന്നുള്ള രീതിയിൽ ചെറിയ തോതിലുള്ളൊരു മത്സരം എല്ലാ വർഷവും നടക്കും. പഞ്ചായത്തും സംസ്ഥാന ഗവൺമെൻറ്റും സാംസ്കാരിക വകുപ്പും ഒക്കെ ഏർപ്പെടുത്തി ടൂറിസം മാപ്പിലേക്ക് ഇടം നൽകുന്ന രീതിയിലേക്ക് ഈ പരിപാടി ഉയർന്നു വന്നതാണ്. പക്ഷേ അതിനുശേഷം ചില ആളുകൾ അതിൻ്റെ മൃഗസ്നേഹികൾ എന്നുള്ള പേരിൽ ഇതിനെ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതെന്നുള്ള പേരിൽ പരാതി കൊടുക്കുകയും കോടതിയിൽ കേസാവുകയൊക്കെ ചെയ്തപ്പോഴാണ് ഇത് നിന്നുപോയത്. ഇതോടെ കാക്കൂർ കാളവയൽ കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിലും ഇടം പിടിക്കുന്ന സാംസ്കാരിക പരിപാടിയായി. ജനപ്രീതി ഉയർന്നതോടെ മരമടി മത്സരവും പൊതുനിരത്തിലെ കാളവണ്ടിയോട്ട മത്സരവും കാക്കൂർ കാളവയലിനോട് ചേർന്ന് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സംഘാടകർ നടത്തി. പരിപാടിയുടെ നടത്തിപ്പിനായി സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ് പ്രത്യേക തുക വകയിരുത്തുന്നതിലേക്ക് വരെ ആഘോഷങ്ങൾ വളർന്നു. चलो गुइया आज खेले हो रे कान्हैया घर, चलो गुइया आज खेले हो रे कान्हैया घर, चलो गुइया आज खेले हो रे कान्हैया घर। आज खेले हो रे गुइया, आज खेले കാക്കൂർ കാളവയലിൻ്റെ കീർത്തി സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിക്കുന്നതിനിടയിലാണ് ഒരു കൂട്ടം മൃഗസ്നേഹികളുടെ എതിർപ്പ് ഉയരുന്നത്. മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ദയ എന്ന മൃഗസ്നേഹികളുടെ സംഘടനയാണ് അക്കൂട്ടത്തിൽ മുന്നിൽ. കാക്കൂരിൽ കാളകളെ മനുഷ്യൻ്റെ വിനോദത്തിനായി പീഡിപ്പിക്കുകയാണെന്ന ആരോപണമാണ് അവർ ഉയർത്തിയത്. आज खेले हो रे कान्हैया घर, चलो गुइया आज खेले हो रे कान्हैया घर। अपनी ही अपनी महल से निक से कोई सवर कोई गोरे, अपनी ही अपनी महल से निक से कोई सवर कोई गोरी, एक से एक नयन मधुमाती, एक से एक नयन मधुमाती, सब ही उम्र की थोड़ी हुइया आज खेले हो रे कान्हैया। കാക്കൂർ കാളവയലിനെതിരെ അനവധി നിയമ പോരാട്ടങ്ങളാണ് മൃഗസ്നേഹികളുടെ ഭാഗത്തു നിന്നും ഉയർന്നത്. വിവിധ സർക്കാർ ഓഫീസുകളിലും കോടതികളിലുമായി പരാതികളുടെ പ്രവാഹം തന്നെ ഉണ്ടായി. ഇതിനോടൊപ്പം ചില അനിഷ്ട സംഭവങ്ങളും ഉണ്ടായെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ദയയുടെ പ്രവർത്തകരെ ചിലർ മർദ്ദിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ നീണ്ടു. ഇതിനിടയ്ക്ക് ദയ എന്ന് പറയുന്ന ഒരു സംഘടന മൃഗപീഡനം എന്ന് ആരോപിച്ചുകൊണ്ട് ഈ കാളവയലിനെതിരെ രംഗത്ത് വരികയും അവരുടെ നേതൃത്വത്തിൽ ഇതിന് തടസ്സം നിൽക്കുകയും പല പ്രാവശ്യങ്ങളിൽ കോടതി വിധി അനുകൂലമായി വന്നെങ്കിലും പിന്നീട് മേനകാന്തിയുടെ കാലത്ത് മൃഗങ്ങൾ ഈ പീഡിപ്പിക്കുന്നുള്ള ആ പരിഗണനയിൽ ഈ കാളയെ വന്യജീവിയിൽ പെടുത്തി. അതോടുകൂടിയാണ് കാളയോട്ടം പൂർണ്ണമായിട്ടും നിന്നത്. എന്നാൽ മറ്റ് സ്റ്റേറ്റുകൾ അത് ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് പ്രാദേശിക പരിപാടി ഉൾക്കൊണ്ടുന്ന രീതിയിൽ ഇപ്പോഴും നടത്തുന്നുണ്ട്. തമിഴ്നാട്, കർണാടക, ആന്ധ്രയൊക്കെ ഇപ്പോൾ നടത്തുന്നുണ്ട്. തെലങ്കാനയിലൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ കാളയോട്ടം നടക്കുന്നുണ്ട്. അത് പല രീതിയിലുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ടുമുണ്ട്, കാളയോട്ടമുണ്ട്, മരമടിയുണ്ട്. ഈ ജല്ലിക്കെട്ടിനകത്ത് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്, ആൾക്കാർക്ക് അപകടം സംഭവിക്കുന്നുണ്ട്, മൃഗങ്ങൾക്ക് അപകടം സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ ഓടിക്കുന്നതിനകത്ത് ഒരു കാരണവശാലും അപകടങ്ങളില്ല. കാക്കൂര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാളവണ്ടി ഓട്ടമാണ് നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്നത്. ഒരു 80കളിലാണ് ഈ മരമടി ഇവിടെ MJ ജേക്കബിൻ്റെ കാലത്താണ് മരമടി ഇവിടെ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ കാളയോട്ടം ഇത്തിരിയോടെ ഊർജ്ജസ്വലപ്പെടുത്തിയത് പാലക്കാട് നിന്നൊക്കെ കാളയെ എത്തിച്ച് നടത്തിയത് MJ ജേക്കബിൻ്റെ കാലത്താണ്. അതൊരു 80-85 കാലഘട്ടത്തിലാണ് പാലക്കാട് നിന്ന് വന്നു തുടങ്ങിയത്. എതിർപ്പ് ശക്തമായതോടെ
വയലിൽ നടക്കുന്ന മരമടിയും പൊതുനിരത്തിലെ കാളവണ്ടിയോട്ട മത്സരവും സർക്കാർ ഇടപെട്ട് നിർത്തലാക്കി. കാക്കൂർ കാളവയലിൻ്റെ ഏറ്റവും ആകർഷവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായതുമായ മത്സര ഇനങ്ങളായിരുന്നു ഇവ. ആചാരങ്ങൾക്ക് പ്രാമുഖ്യം നൽകി ആരംഭിച്ച കാക്കൂർ കാളവയലിൽ ജനകീയ സർക്കാർ ഇടപെടൽ വന്ന ശേഷമുണ്ടായ പ്രധാന മാറ്റങ്ങളായിരുന്നു ഇവ രണ്ടും. എന്നാൽ ഈ രണ്ട് ജനകീയ ആഘോഷങ്ങളെയും ജന്മം നൽകിയവർ തന്നെ ഇല്ലാതാക്കി. गावत कोई मृदंग बजावत कोई नचत अनमोरे कोई गावत कोई मृदंग बजावत आ, 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 ഉഴുതുമറിച്ചിട്ട വയലിൽ നുകം കെട്ടിയ കാളകളെ ഓടിച്ച് മികച്ച സമയത്തിൽ വിജയം നേടുകയാണ് മരമടി മത്സരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാക്കൂരിനു പുറമെ പത്തനംതിട്ടയിലെ ആനന്ദപ്പള്ളി, പാലക്കാട് കോട്ടായി, ചിതലി തുടങ്ങിയ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട്. പോത്തോട്ടം, കാളപ്പൂട്ട് തുടങ്ങിയ പേരുകളിലാണ് ഇവിടെ ഈ ഇനം മത്സരം അറിയപ്പെടുന്നത്. കർണാടകയിൽ കമ്പള എന്ന പേരിൽ മരമടിക്ക് സമാനമായ മത്സരം നടക്കുന്നുണ്ട്. മനുഷ്യ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ വളർച്ച നമ്മൾ പരിശോധിക്കുമ്പോൾ മറ്റു ജീവജാലങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ വലിയ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം മനുഷ്യൻ രൂപപ്പെടുത്തിയെടുത്തത് ഒരു ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള മനുഷ്യനെ കേന്ദ്രബിന്ദുവാക്കി നിർത്തിയിട്ടുള്ള ഒരു ജീവിതക്രമമാണെങ്കിലും മറ്റെല്ലാ ജീവജാലങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു സാമ്പത്തികവും അതുപോലെ സാംസ്കാരികവുമായിട്ടുള്ള ഒരു ജീവിതക്രമം മനുഷ്യൻ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ഈ ഓരോ സമൂഹത്തിൻ്റെയും ജീവിതത്തോട് അതിൻ്റെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ് മറ്റു ജീവിവർഗങ്ങളുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കാറ്റിൽസ് എന്ന് പറയുന്നത്, കന്നുകാലികളുടെ സംരക്ഷണം. കാരണം കന്നുകാലികൾ ഒരു മൃഗം എന്നുള്ളതിനപ്പുറം നിന്നുകൊണ്ട് മനുഷ്യൻ്റെ സാമ്പത്തിക സുസ്ഥിരതയുടെ കൂടി ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടത് ആവശ്യമാണ്. അത് നിയമങ്ങൾ മൂലമല്ല പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്നത്. അവൻ്റെ ജീവിതക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ധാരാളം ഘോഷങ്ങളിൽ, ആഘോഷങ്ങളിൽ, അവൻ്റെ ഉത്സവങ്ങളിൽ ഒക്കെ ഈ മൃഗങ്ങളെയൊക്കെ പങ്കെടുപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ആ കാർഷിക സംസ്കൃതിയുടെ ഒരു വലിയ ഏകസ്വരൂപമായ കാഴ്ചയിലാണ് ഈ കാക്കൂർ കാളവയൽ പോലെയുള്ള സംവിധാനങ്ങൾ വന്നത്. കമ്പള മത്സരത്തിനിടെ ഓട്ടവേഗതയിൽ ട്രാക്കിലെ ഓട്ടരാജാവ് ഹുസൈൻ ബോൾട്ടിൻ്റെ വേഗതയെയും മറികടന്ന ശ്രീനിവാസ ഗൗഡയുടെ വിശേഷങ്ങൾ നമ്മൾ മലയാളികൾ വലിയ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. ഇന്ത്യൻ ഹുസൈൻ ബോൾട്ട് എന്ന വിശേഷണമായിരുന്നു മലയാളം മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രീനിവാസന് നൽകിയത്. ശ്രീനിവാസന്റെ വീരവിജയം സമൂഹ മാധ്യമങ്ങളിൽ മലയാളികൾ ആഘോഷിക്കുമ്പോൾ സമാനമായ കാക്കൂർ കാളവേല ആഘോഷങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ നടക്കുന്ന കാളപ്പൂട്ട് മത്സരങ്ങൾ നിരോധിക്കപ്പെട്ടിട്ട് വർഷങ്ങൾ പിന്നിട്ടിരുന്നു. 2014 സുപ്രീം കോടതി വിധിയോടെയാണ് കാക്കൂർ കാളവേൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ കാളയോട്ട മത്സരങ്ങൾക്ക് പൂർണ്ണ നിരോധനം വന്നത്. കേരളത്തിൽ മാത്രമല്ല, കർണാടകയിലെ കമ്പളയ്ക്കും തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ടിനും ഈ നിരോധനം ബാധകമായിരുന്നു. എന്നാൽ കൃഷിയെയും കർഷകരെയും സ്നേഹിക്കുന്ന ആ നാട്ടിലെ ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയതോടെ സംസ്ഥാന സർക്കാരുകൾ പ്രത്യേക നിയമപരിരക്ഷ കൊണ്ടുവന്ന് മത്സരങ്ങൾ പുനഃസ്ഥാപിച്ചു. നമ്മൾ ആവേശത്തോടെ സ്വീകരിച്ച ഇന്ത്യൻ ഹുസൈൻ ബോൾട്ട് ഉണ്ടാവുന്നത് നിരോധനങ്ങൾ നീക്കിയ ശേഷമാണ്. എന്നാൽ പ്രബുദ്ധ മലയാളികൾ കാളപ്പൂട്ട് മത്സരങ്ങളെ നിരോധനമെന്ന ഇരുട്ടറയിൽ അടച്ച ശേഷം കമ്പളയെയും ജല്ലിക്കെട്ടിനെയും വാനോളം പുകഴ്ത്തി
സമൂഹ മാധ്യമങ്ങളിലൂടെ തൻ്റെ കൃഷിയോടും കാർഷിക സംസ്കാരത്തോടുമുള്ള കൂറ് തെളിയിക്കാൻ പാടുപെട്ടു. ജല്ലിക്കെട്ടിനു വേണ്ടി തമിഴ്നാട്ടിൽ വലിയ സമരങ്ങൾ നടന്നപ്പോൾ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സിനിമാ ലോകത്തോടും സെലിബ്രിറ്റികളോടും മത്സരിച്ച് മലയാളത്തിലെ സൂപ്പർ താരങ്ങളും ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് കാക്കൂരിലെ കാളവയൽ പ്രേമികളും ആശ്വസിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. ജല്ലിക്കെട്ടിനു വേണ്ടി ഉയർന്ന നാവുകളും ഉയർന്ന ശബ്ദങ്ങളും തങ്ങൾക്കും വേണ്ടി ഉയരുമെന്നവർ പ്രതീക്ഷിച്ചു. എന്നാൽ നമ്മുടെ പതിവ് കപടത കേരളത്തിലെ കാളപ്പൂട്ട് മത്സരങ്ങളുടെ കാര്യത്തിലും ആവർത്തിച്ചു. കൃഷിയും കാർഷിക സംസ്കാരവും മറ്റ് സംസ്ഥാനങ്ങളിൽ മതി, നമുക്ക് ആവശ്യമില്ലെന്നാകും ചിലരെങ്കിലും ചിന്തിച്ചു കാണുക. ഇതിൻ്റെ പ്രതിഫലനം എന്നോണം കാക്കൂർ ഉൾപ്പെടെയുള്ള കാളപ്പൂട്ട് മത്സരങ്ങളെ നമ്മളും കൈവിട്ടു. ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യകുലത്തിൻ്റെ ഏറ്റവും വലിയ സമ്പന്നത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവൻ്റെ സാംസ്കാരിക തനിമയുടെ ഒരു രൂപപ്പെടൽ, ഇതൊക്കെ മനുഷ്യനെ സംബന്ധിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുന്നതിൽ, ജീവിതം ആഹ്ലാദകരമാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ കാക്കൂർ കാളവേല പോലെയുള്ള സംവിധാനങ്ങൾ, അല്ലെങ്കിൽ കാലികൾ, ഇപ്പോൾ നമ്മൾ ജല്ലിക്കെട്ട് ഒക്കെ എടുത്തു നോക്കിയാൽ പലരും പറയുന്നു ഇത് മൃഗങ്ങളെ നമ്മൾ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത്. ഒരു മൃഗവും ആഗ്രഹിച്ചിട്ടല്ല അതിൻ്റെ കഴുത്തിൽ കയറിട്ട് നമ്മൾ ചുരുക്കി കെട്ടുന്നത്. പക്ഷേ അങ്ങനെ കെട്ടുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതിനെ ഉപയോഗിച്ചുകൊണ്ട് വളർന്നു വരുന്ന ഒരു സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക തലത്തെ മനുഷ്യൻ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട് പഴയ കാലം മുതൽ. അപ്പോൾ അതിനെ നിലനിർത്തിക്കൊണ്ട് പോയാൽ മാത്രമാണ് മനുഷ്യന് നിലനിൽക്കാൻ കഴിയുള്ളൂ. കാരണം അവൻ ആ ഒരു ഹ്യൂമൻ സെൻട്രിക് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും അവൻ്റെ ജീവിതത്തിൽ മറ്റു ജീവജാലങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതമാണ്. കേരളത്തിലെ കാളപ്പൂട്ട് മത്സരപ്രേമികളുടെ ഭാഗത്തും ചില വീഴ്ചകളുണ്ടെന്ന് പറയാതെ വയ്യ. കാളപ്പൂട്ട് മത്സരങ്ങൾ മണ്ണിനോട് ചേർന്നുള്ള മനുഷ്യജീവിതത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ അവർ പരാജയപ്പെട്ടുവെന്ന് നിസ്സംശയം പറയാം. കാളപ്പൂട്ട് മത്സരങ്ങൾ നമ്മുടെ തനത് കന്നുകാലി സമ്പത്തിനെ വളർത്തുന്നത് എങ്ങനെയെന്ന് ശാസ്ത്രീയമായി പഠിച്ച് അവതരിപ്പിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. കേരളത്തിൽ മറ്റിടങ്ങളിൽ നടക്കുന്ന കാളപ്പൂട്ട് മത്സരങ്ങളിലെ സംഘാടകരുമായി ചേർന്ന് സംയുക്തമായി സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിലും സെലിബ്രിറ്റികളെ ഉൾപ്പെടെ ഈ സമരത്തിന് പിന്തുണയായി കൊണ്ടുവരുന്നതിലും അവർ പരാജയപ്പെട്ടു. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് അനൂപ് ജേക്കബ് MLA ഒരിക്കൽ നിയമസഭയിൽ കാളയോട്ട മത്സരങ്ങൾക്ക് വേണ്ടി സ്വകാര്യ ബില്ല് കൊണ്ടുവന്നിരുന്നു. എന്നാൽ സർക്കാർ കാളയോട്ട മത്സരം ഉൾപ്പെടെയുള്ള കാർഷിക ആഘോഷങ്ങൾക്ക് അനുകൂലമാണെന്നും ഇതിനായി വിശദമായ നിയമനിർമ്മാണം നടത്താനുള്ള തയ്യാറെടുപ്പിലുമാണെന്നാണ് അന്ന് കൃഷിമന്ത്രിയായിരുന്ന VS സുനിൽകുമാർ നിയമസഭയെ അറിയിച്ചത്. ഒന്നാം പിണറായി വിജയൻ സർക്കാർ കാലാവധി പൂർത്തിയാക്കി രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റു. മന്ത്രിയായിരുന്ന VS സുനിൽകുമാർ ഒരു MLA പോലുമല്ലാതായി. എന്നിട്ടും മുമ്പ് പറഞ്ഞ നിയമനിർമ്മാണം എവിടെയും എത്തിയിട്ടില്ല. രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തി ജനകീയാവശ്യം നേടിയെടുക്കേണ്ട രാഷ്ട്രീയ നേതൃത്വം പരസ്പരം പഴിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന തിരക്കിലുമാണ്. കേരളം കാർഷിക സമൃദ്ധമായിരുന്ന കാലത്താണ് കാക്കൂർ ഉൾപ്പെടെയുള്ള കാളയോട്ട മത്സരങ്ങളും മറ്റു കാർഷികോത്സവങ്ങളും ഏറ്റവും പ്രൗഢിയോടെ നടന്നുപോന്നിരുന്നത്. 1990-കൾക്ക് ശേഷം മലയാളികൾക്ക് വേണ്ട അന്നം വിളയിക്കേണ്ടതിൻ്റെ ബാധ്യത തമിഴ്നാട്ടിനും കർണാടകയ്ക്കും ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കുമായതോടെ നമ്മുടെ കാർഷിക ആഘോഷങ്ങളോടൊപ്പം കൃഷിയിടങ്ങളും ഇല്ലാതായി തുടങ്ങി. ശേഷിക്കുന്നവ മണ്ണിട്ടു നികത്തി വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ തിരക്കിനിടയിലാണ് നമ്മൾ. നൂറ്റാണ്ടുകൾക്കിടയിൽ തങ്ങളുടെ ജനങ്ങൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾക്ക് മൂകസാക്ഷിയായി നിൽക്കുകയാണ് ആമ്പശ്ശേരി കാവിലെയും എടപ്ര ഭഗവതി ക്ഷേത്രത്തിലെയും സഹോദരങ്ങളായ ദേവതകൾ. ആചാരമായി നടക്കുന്ന ഇല്ലം നിറ, നിറപ്പുത്തരി, ക്ഷേത്രച്ചടങ്ങുകൾ പോലും കാർഷിക സമൃദ്ധിയുടെ അടയാളപ്പെടുത്തലുകളായിരുന്നു. കാർഷികാഘോഷങ്ങൾ നിലയ്ക്കുന്നതോടെ മാറ്റി എഴുതപ്പെടുന്നത് വിശ്വാസപരമായ സാംസ്കാരിക പശ്ചാത്തലങ്ങൾ കൂടിയാണ്. കന്നുകാലികളെ യഥാർത്ഥത്തിൽ സംരക്ഷിക്കുന്നത് കർഷകരാണോ അതോ മൃഗസ്നേഹികളോ? പ്രേക്ഷകർ ഒരിക്കൽ കൂടി വിലയിരുത്തേണ്ടതുണ്ട്.